തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുകയാകാൻ സാധ്യതയുള്ളത് ഏത്? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുകയാകാൻ സാധ്യത ഉള്ളത് കണ്ടുപിടിക്കണം. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ, നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് ആണെന്ന് കരുതിയ, അടുത്തത് x+1, അടുത്തത് x+2, അടുത്തത് x+3 എണ്ണൽ സംഖ്യകൾ ഒന്ന് കൂട്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എഴുതി. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക നമുക്കിതെല്ലാം കൂടി കൂട്ടി നോക്കാം. എല്ലാം കൂടി കൂട്ടുക. ഒരെക്സും കൂട്ടിയ 4x, സംഖ്യകൾ 1, 2, 3, 3 കൂട്ടിയ 6. അപ്പോൾ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് കിട്ടി 4x + 6. ഇതിന് തുല്യമായത് ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം നമ്മൾ, തുകയാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിന് തുല്യമായത് ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കുക. 4x + 6 ഇതാണെന്ന് കരുതുക. 4x + 6 ഇതാണെന്ന് കരുതുക. ഇതിന്ന് എങ്ങനെ 4x കാണുക? ഇത് 6 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇതെടുക്കുമ്പോൾ 4x എന്ത് വരും? 6 കുറയ്ക്കുമ്പോൾ 3462 എന്ന് വരും. 3462. എക്സ് കാണാൻ എന്താ ചെയ്യുക? 3462 4 കൊണ്ട് ഹരിക്കണം. 3462/4. ഇതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ രണ്ടക്കം നോക്കുക. ഈ 62 4ൻ്റെ ഗുണിതാണോ? 15 4 60. 62 4ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഇതല്ല ഉത്തരം. ഇതുപോലെ ഓരോന്നായിട്ട് പരിശോധിക്കുക. 4x + 6 5788 എന്ന് കരുതുക. അപ്പോൾ അതിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ത് വരും? 5782 എന്ന് വരും. അതായത് 4x = 5782. എക്സ് എങ്ങനെ കാണുക? 5782/4. 5782/4. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അവസാനത്തെ രണ്ടൊക്കെ എടുത്ത് നോക്കുക. 82 4ൻ്റെ ഗുണിതാണോ? അല്ല. 20 4 80. 82 4ൻ്റെ ഗുണിതമല്ല. അപ്പം ഇതുമല്ല. അടുത്ത ഇത് പരിശോധിക്കുക. ഇതിന്ന് നമുക്ക് വീണ്ടും 6 കുറയ്ക്കുമ്പോൾ 6842 എന്ന് വരും. 6842. ഇതെന്താണ്? 4x. 4x = 6842. എക്സ് എങ്ങനെ കാണുക? 6842/4. 4 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുമോ? അവസാനത്തെ രണ്ടൊക്കെ എടുക്കുക. 42 4 ഗുണിതമല്ലല്ലോ. 42 4 40 ഗുണിതമല്ല. അപ്പോൾ ഇതുമല്ല ഉത്തരം. അപ്പോൾ ഉത്തരം എന്തായിരിക്കാം എങ്കിലും പരിശോധിക്കാം. 7898 6 കുറയ്ക്കുക. അപ്പോൾ 7892 വരും. 7892. ഇതാണ് എന്ത്? 4x. അപ്പോൾ എക്സ് എങ്ങനെ കാണുക? 7892/4. 7892 4ൻ്റെ ഗുണിതമാണോ? 92 നോക്കുക. 92 4ൻ്റെ ഗുണിതമാണ് അല്ലേ? ഹരിക്കുമ്പോൾ 24 8 ശിഷ്ടം 1 12 3 4 12 കൃത്യമായി ഹരിക്കാൻ പറ്റും. 92 4ൻ്റെ ഗുണിതമാണ്. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 7898.